ഹായ് ഡിയേഴ്സ്, ഗ്രാമപഞ്ചായത്ത് സേവനങ്ങൾ ഇനി കെ-സ്മാർട്ടിലൂടെയാണ് ലഭ്യമാക്കുക. 2025 ഏപ്രിൽ മാസം 10 മുതലാണ് ഗ്രാമപഞ്ചായത്ത് സേവനങ്ങൾ കെ-സ്മാർട്ട് വഴി പ്രാബല്യത്തിൽ. സഞ്ജയ പോർട്ടൽ വഴി ചെയ്തുകൊണ്ടിരുന്ന ബിൽഡിംഗ് ടാക്സ് അഥവാ കെട്ടിട നികുതി കെ-സ്മാർട്ട് വഴി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഗൂഗിളിൽ ബിൽഡിംഗ് ടാക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്വിക്ക് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ബിൽഡിംഗ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളിടത്ത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ലോക്കൽ ബോഡി നെയിം നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നത്. അതിനുശേഷം വാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഡോർ നമ്പർ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് വീട്ട് നമ്പറാണ് കൊടുക്കേണ്ടത്. സബ് നമ്പർ കിടപ്പുണ്ട്. നമ്മൾക്ക് വീട്ട് നമ്പറിൻ്റെ കൂടെ സബ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇല്ലെങ്കിൽ അതവിടെ ബ്ലാങ്കായിട്ട് ഇട്ടുന്നാൽ മതി. ഐ ആം നോട്ട് റോബോട്ട് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പോർട്ടലിൽ ലഭിക്കുന്നതാണ്. പേ ടാക്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നിടത്ത് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഇയറും അതിൻ്റെ എമൗണ്ട് കാണാൻ പറ്റുന്നതാണ്. അതിന് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. പേ നൗ എന്ന് കിടക്കുന്നിടത്ത് ടിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ എസ് കൊടുക്കണം. ഇവിടെ GPay വഴിയും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ ചെയ്തേക്കുന്നത് GPay വഴിയാണ്. GPay സെലക്ട് ചെയ്ത് UPI ID എൻ്റർ ചെയ്യുക. പേ നൗ കൊടുത്ത് GPay വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ റെസിപ്റ്റ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.